പ്രിയരെ, സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇക്കൊല്ലത്തെ ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് ഇനി 15 ദിവസങ്ങൾ മാത്രം. ഉയർന്ന മാർക്ക് നേടി സംസ്ഥാന തലത്തിൽ അർഹത നേടുന്നതിന് മോക്ക് എക്സാമിനുകൾ ആവർത്തിച്ച് ചെയ്യുക, എല്ലാ പഠന ഭാഗങ്ങളും പല പ്രാവശ്യം റിവൈസ് ചെയ്യുക, ബൈബിൾ ആവർത്തിച്ച് വായിക്കുക, കഴിയുന്നത്ര വചനങ്ങൾ മനഃപ്പാഠമാക്കുക, പ്രാർത്ഥിച്ചൊരുങ്ങുക. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് 3ാമത്തെ മോക്ക് എക്സാമാണ്. മോഡൽ പരീക്ഷകളുടെയും 1ഉം 2ഉം മോക്ക് എക്സാമിനുകളുടെയും ചോദ്യങ്ങൾ ഒഴിവാക്കിയാണ് ഇതിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങൾക്ക് ശേഷമാണ് ഉത്തരങ്ങൾ ABCDയിൽ നൽകിയിട്ടുള്ളത്. അവ നോക്കാതെ വേണം ഉത്തരങ്ങൾ OMR ഷീറ്റിൽ കറുപ്പിക്കാൻ. അവസാനം ഉത്തരങ്ങൾ എണ്ണി നോക്കി സ്വയം വിലയിരുത്തുക. എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. ഇനി നേരെ ചോദ്യങ്ങളിലേക്ക്. 1. എന്തിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? A. കൃതജ്ഞതാബലിയിൽ, B. ധാന്യബലിയിൽ, C. സുരഭില ബലിയിൽ, D. സമാധാന ബലിയിൽ. 2. ദാവീദ് ഗോലിയാത്തിൻ്റെ എന്താണ് തകർത്തത്? A. അനീതി, B. ദുഷ്ടത, C. സ്മരണ, D. അഹങ്കാരം. 3. തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരെ കൊല്ലുന്നതിനാണ് ദാവീദിൻ്റെ വലത്തുകരം കർത്താവ് ശക്തമാക്കിയത്? A. ഒരു യോദ്ധാവിനെ, B. ഒരു ധീരനെ, C. ഒരു യുദ്ധവീരനെ, D. ഒരു പടയാളിയെ. 4. ആരുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനം ദാവീദിനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചത്? A. ആയിരങ്ങളുടെ മേൽ, B. 5000ങ്ങളുടെ മേൽ, C. 10000ങ്ങളുടെ മേൽ, D. 12000ങ്ങളുടെ മേൽ. 5. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും ദാവീദ് എന്ത് പ്രകീർത്തിച്ചാണ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത്? A. കർത്താവിൻ്റെ മഹത്വം, B. ദൈവത്തിൻ്റെ മഹത്വം, C. അത്യുന്നതൻ്റെ മഹത്വം, D. മഹോന്നതൻ്റെ മഹത്വം. 6. എങ്ങനെയുള്ള ഒരു പുത്രനാണ് ദാവീദിന് പിൻഗാമിയായത്? A. വിജ്ഞാനിയായ, B. ബുദ്ധിമാനായ, C. വിശുദ്ധനായ, D. യുദ്ധവീരനായ. 7. വിഡ്ഢിത്വത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ ഇസ്രായേൽ ഭരണാധികാരി ആരാണ്? A. റഹോബോവാം, B. ജെറോബോവാം, C. ഹെസക്കിയ, D. ജോസിയ. 8. ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ പ്രവാചകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത്? A. അത്യുന്നതൻ്റെ, B. കർത്താവിൻ്റെ, C. ദൈവത്തിൻ്റെ, D. സർവശക്തൻ്റെ. 9. സീനായിൽ വെച്ച് ഭീഷണികളും ഹോറബിൽ വെച്ച് എന്തിൻ്റെ വിധികളുമാണ് ഏലിയ പ്രവാചകൻ ശ്രവിച്ചത്? A. നിന്ദയുടെ, B. പ്രതികാരത്തിൻ്റെ, C. ശിക്ഷയുടെ, D. അനീതിയുടെ. 10. ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ എന്തിൻ്റെ ചുഴലിക്കാറ്റിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത്? A. ആകാശത്തിൻ്റെ, B. അഗ്നിയുടെ, C. പ്രകാശത്തിൻ്റെ, D. കാലത്തിൻ്റെ. 11. അനുതപിക്കാത്ത പാപത്തിൽ നിന്ന് പിന്മാറാത്ത ജനത്തിനെ സ്വദേശത്തു നിന്ന് എങ്ങനെയാണ് പിടിച്ചുകൊണ്ടുപോയത്? A. കുറ്റവാളിയായി, B. പാപികളായി, C. അടിമകളായി, D. അന്യരായി. 12. ജനങ്ങൾ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ
ആരാണ് സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും യേശയ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തത്? എ ദൈവം, ബി കർത്താവ്, സി പരിശുദ്ധനായവൻ, ഡി ഉന്നതനായവൻ. 13. സൂര്യൻ പുറകോട്ട് ചരിച്ചത് ഏത് പ്രവാചകന്റെ കാലത്താണ്? എ ഏലിയായുടെ, ബി ഏലീഷായുടെ, സി ജെറമിയായുടെ, ഡി യേശയ്യായുടെ. 14. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും എന്തിലാണ് മുഴുകിയത്? എ ആർഭാടത്തിൽ, ബി തിന്മയിൽ, സി മ്ലേച്ഛതയിൽ, ഡി പാപത്തിൽ. 15. തങ്ങളുടെ നാളുകളിൽ ആലയം പണിയുകയും കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തിയതും ആരൊക്കെയാണ്? എ സെരുബ്ബാബേലും യെശുവയും, ബി നെഹമ്യായും ഹെനോക്കും, സി യെസക്കിയേലും ജോസിയായും, ഡി ദാവീദും ഹെസക്കിയായും. 16. ആരുടെ സ്മരണയാണ് ശാശ്വതമെന്ന് പ്രഭാഷകൻ പറയുന്നത്? എ നെഹമ്യായുടെ, ബി യേശയ്യായുടെ, സി ഏലിയായുടെ, ഡി എലീഷായുടെ. 17. ഹെനോക്ക് എവിടെ നിന്നാണ് സംവഹിക്കപ്പെട്ടത്? എ ഭൂമിയിൽ നിന്ന്, ബി പാതാളത്തിൽ നിന്ന്, സി പർവ്വതത്തിൽ നിന്ന്, ഡി സീനായ് മലയിൽ നിന്ന്. 18. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായുള്ളവൻ ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ യേശയ്യ, ബി സോളമൻ, സി ആദം, ഡി ദാവീദ്. 19. ഓനിയാസിന്റെ പുത്രനാരാണ്? എ യെശുവ, ബി യെസക്കിയേൽ, സി ശിമയോൻ, ഡി നെഹേമിയ. 20. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അടിസ്ഥാനമിട്ടത് ആരാണ്? എ സോളമൻ, ബി ദാവീദ്, സി ശിമയോൻ, ഡി ഹെനോക്ക്. 21. മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെയെന്ന് പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എ ദാവീദിനെ, ബി സോളമനെ, സി സെറുബ്ബാബേലിനെ, ഡി ശിമയോനെ. 22. ശിമയോൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് ആരുടെ കയ്യിൽ നിന്നാണ് ഓഹരികൾ സ്വീകരിച്ചത്? എ ജനങ്ങളുടെ, ബി ശിഷ്യന്മാരുടെ, സി സഹോദരന്മാരുടെ, ഡി പുരോഹിതന്മാരുടെ. 23. സഹോദരന്മാരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ എവിടത്തെ ഇളം ദേവദാരു പോലെയാണ് ശിമയോൻ ശോഭിച്ചത്? എ ലെബനോനിലെ, ബി യൂദായിലെ, സി എഫ്രായിമിലെ, ഡി ഇസ്രായേലിലെ. 24. അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി. വാക്യം ഏതാണ്? എ പ്രഭാഷകൻ 50:10, ബി പ്രഭാഷകൻ 50:15, സി പ്രഭാഷകൻ 50:18, ഡി പ്രഭാഷകൻ 50:20. 25. അവിടുന്ന് നമ്മുടെ മേൽ ഡാഷ് വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. പൂരിപ്പിക്കുക. എ നന്മ, ബി അനുഗ്രഹം, സി കാരുണ്യം, ഡി ജ്ഞാനം.
26. യൂദാസ് ആരെയൊക്കെ സമീപിച്ചാണ് എങ്ങനെ യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്? എ. പുരോഹിത പ്രമുഖന്മാരെയും നിയമജ്ഞരെയും. ബി. നിയമജ്ഞരെയും പുരോഹിതരെയും. സി. യഹൂദ പ്രമാണിമാരെയും പുരോഹിതരെയും. ഡി. പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. 27. യൂദാസ് യേശുവിനെ എപ്പോൾ ഒറ്റിക്കൊടുക്കാനാണ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? എ. ജനക്കൂട്ടമില്ലാത്തപ്പോൾ. ബി. വിജനമാകുമ്പോൾ. സി. ആരുമില്ലാത്തപ്പോൾ. ഡി. ജനങ്ങളില്ലാത്തപ്പോൾ. 28. പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുന്നതിന് യേശു ആരെയൊക്കെയാണ് അയച്ചത്? എ. പത്രോസിനെയും യാക്കോബിനെയും. ബി. പത്രോസിനെയും യോഹന്നാനെയും. സി. യോഹന്നാനെയും യാക്കോബിനെയും. ഡി. യാക്കോബിനെയും തോമസിനെയും. 29. പീഠാനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഇത് ആരോട് പറഞ്ഞതാണ്? എ. യേശു പത്രോസിനോട്. ബി. യേശു യോഹന്നാനോട്. സി. യേശു അപ്പസ്തോലന്മാരോട്. ഡി. യേശു യാക്കോബിനോട്. 30. ശിഷ്യന്മാരുടെ ഇടയിൽ ആരെപ്പോലെ എന്നാണ് യേശു സ്വയം വിശേഷിപ്പിച്ചത്? എ. ശുശ്രൂഷകനെപ്പോലെ. ബി. സഹചാരിയെപ്പോലെ. സി. അധികാരിയെപ്പോലെ. ഡി. പരിചരിക്കുന്നവനെപ്പോലെ. 31. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഈ ചോദ്യം യേശു പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും ചോദിച്ചത് എവിടെ വച്ചാണ്? എ. ഒരു വിജനപ്രദേശത്ത് വെച്ച്. ബി. മരുഭൂമിയിൽ വെച്ച്. സി. ദേവാലയത്തിൽ വെച്ച്. ഡി. മലയിൽ വെച്ച്. 32. ശിമയോൻ പറഞ്ഞു, കർത്താവെ, നിന്റെ കൂടെ ഡാഷ് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. പൂരിപ്പിക്കുക. എ. തടവിലേക്ക്. ബി. കാരാഗൃഹത്തിലേക്ക്. സി. തടവറയിലേക്ക്. ഡി. വിചാരണയ്ക്ക്. 33. എന്തൊക്കെയില്ലാതെ അയച്ചപ്പോൾ അപ്പസ്തോലന്മാർക്ക് എന്തെങ്കിലും കുറവുണ്ടായോ എന്നാണ് യേശു ചോദിച്ചത്? എ. മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ. ബി. പണസഞ്ചിയോ ചെരുപ്പോ ഉടുപ്പോ. സി. സഞ്ചിയോ വടിയോ അപ്പമോ. ഡി. സഞ്ചിയോ അപ്പമോ പണമോ. 34. താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് തന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ. കള്ളന്മാരോടുകൂടെ. ബി. ദുഷ്ടന്മാരോടുകൂടെ. സി. നിഷേധികളോടുകൂടെ. ഡി. നിയമലംഘകരോടുകൂടെ. 35. ഗെത്സമേനിലെത്തിയ യേശു അപ്പോസ്തലന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? എ. മുട്ടിന്മേൽ വീണ്. ബി. മുട്ടുകുത്തി. സി. കമഴ്ന്നു വീണ്. ഡി. ആകാശത്തിലേക്ക് നോക്കി. 36. ഗെത്സമനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടതാരാണ്? എ. ഒരു മാലാഖ. ബി. ഒരു ദൂതൻ. സി. ഒരു ദൈവദൂതൻ. ഡി. കർത്താവിൻ്റെ ദൂതൻ. 37. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ എന്തിൻ്റെ വലത്തുവശത്തിരിക്കും എന്നാണ് യേശു ജനപ്രമാണികളുടെ സംഘത്തോട് പറഞ്ഞത്? എ. സ്വർഗത്തിൽ. ബി. ദൈവത്തിൻ്റെ. സി. ദൈവശക്തിയുടെ. ഡി. സ്വർഗശക്തിയുടെ.
38. വിശുദ്ധ ലൂക്ക 22-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത്? എ 3 ചോദ്യങ്ങൾ, ബി 5 ചോദ്യങ്ങൾ, സി 7 ചോദ്യങ്ങൾ, ഡി 10 ചോദ്യങ്ങൾ. 39. വിചാരണയ്ക്ക് ശേഷം യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് പറഞ്ഞത് ആരോടൊക്കെയാണ്? എ ജനക്കൂട്ടത്തോടും പുരോഹിതന്മാരോടും, ബി നിയമജ്ഞരോടും ജനപ്രമാണികളോടും, ഡി പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. 40. യേശുവിൻ്റെ വിചാരണ സമയത്ത് ആരുടെ ചോദ്യങ്ങൾക്കാണ് യേശു ഉത്തരവൊന്നും പറയാത്തത്? എ പീലാത്തോസിൻ്റെ, ബി ഹേറോദേസിൻ്റെ, സി പുരോഹിതരുടെ, ഡി നിയമജ്ഞരുടെ. 41. താഴെ പറയുന്നവയിൽ നിന്ന് ലൂക്കാ സുവിശേഷത്തിൽ മാത്രം കാണുന്ന സംഭവം തിരഞ്ഞെടുക്കുക. എ സക്കേവുസിന്റെ ഭവനത്തിൽ, ബി ശിശുക്കളെ ആശീർവദിക്കുന്നു, സി അന്ധന് കാഴ്ച നൽകുന്നു, ഡി ദേവാലയ ശുദ്ധീകരണം. 42. കുരിശിൽ കിടന്ന യേശുവിൻ്റെ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് യേശുവിനെ പരിഹസിച്ച് പറഞ്ഞത് ആരാണ്? എ പ്രമാണികൾ, ബി നിയമജ്ഞർ, സി പുരോഹിതർ, ഡി പടയാളികൾ. 43. യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ എത്ര വചനങ്ങളാണ് ലൂക്കാ സുവിശേഷത്തിൽ കാണുന്നത്? എ 3 വചനങ്ങൾ, ബി 5 വചനങ്ങൾ, സി 6 വചനങ്ങൾ, ഡി 7 വചനങ്ങൾ. 44. വിശുദ്ധ ലൂക്ക 23:38 ഇവൻ യൂതന്മാരുടെ രാജാവാണ് എന്ന് ഏതൊക്കെ ലിപികളിൽ എഴുതിയ ലിഖിതം അവൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു എന്നാണ് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നത്? എ ഗ്രീക്ക്, റോമൻ, ഹീബ്രു ഭാഷകളിൽ, ബി ഗ്രീക്ക്, ലത്തീൻ, ഹീബ്രു ഭാഷകളിൽ, സി ഹീബ്രു, റോമൻ, ഇറ്റാലിയൻ ഭാഷകളിൽ, ഡി അരമയ, ഗ്രീക്ക്, ലത്തീൻ ഭാഷകളിൽ. 45. വിശുദ്ധ ലൂക്ക 23-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത്? എ 3 ചോദ്യങ്ങൾ, ബി 5 ചോദ്യങ്ങൾ, സി 6 ചോദ്യങ്ങൾ, ഡി 7 ചോദ്യങ്ങൾ. 46. മഗ്ദലന മറിയവും യോവാനെയും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളും യേശുവിൻ്റെ കല്ലറയിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കല്ലറയെങ്കിലേക്ക് ഓടിയത് ആരാണ്? എ തോമസ്, ബി യാക്കോബ്, സി യോഹന്നാൻ, ഡി പത്രോസ്. 47. വഴിയിൽ വെച്ച് ഉദ്ധിതനായ യേശു എന്ത് വിശദീകരിച്ചുകൊണ്ട് തങ്ങളോടൊപ്പം സംസാരിച്ചപ്പോൾ തങ്ങളുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത്? എ വിശുദ്ധ ലിഖിതം, ബി വിശുദ്ധ ഗ്രന്ഥം, സി വിശുദ്ധ വചനം, ഡി പ്രവചനം. 47. എമ്മാവൂസ് ജെറുസലേമിൽ നിന്ന് ഏകദേശം എത്ര അകലെയായിരുന്നു? എ 40 സ്താദിയോൺ, ബി 50 സ്താദിയോൺ, സി 60 സ്താദിയോൺ, ഡി 70 സ്താദിയോൺ. 48. വഴിയിൽ വെച്ച് ബുദ്ധിതനായ യേശു എന്ത് വിശദീകരിച്ചുകൊണ്ട് തങ്ങളോട് സംസാരിച്ചപ്പോൾ തങ്ങളുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത്? 49. ബുദ്ധിതനായ യേശുവിൻ്റെ സ്വർഗാരോഹണ സാക്ഷികൾ ആരാണ്? എ മഗ്ദലന മറിയം, ബി അപ്പസ്തോലന്മാർ, സി ജനക്കൂട്ടം, ഡി ജനങ്ങൾ. 50. വിശുദ്ധ ലൂക്ക 24-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത്?
എ 5 ചോദ്യങ്ങൾ, ബി 6 ചോദ്യങ്ങൾ, സി 7 ചോദ്യങ്ങൾ, ഡി 9 ചോദ്യങ്ങൾ. 51. എഫേസോസുകാർ ആരെപ്പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ദൈവമക്കളെപ്പോലെ, ബി സ്വന്തം മക്കളെപ്പോലെ, സി വത്സല മക്കളെപ്പോലെ, ഡി സ്വർഗമക്കളെപ്പോലെ. 52. ക്രിസ്തു എഫേസോസുകാരെ സ്നേഹിച്ചതുപോലെ എഫേസോസുകാർ എന്തിൽ ജീവിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്? എ സൗഹൃദത്തിൽ, ബി ഐക്യത്തിൽ, സി സ്നേഹത്തിൽ, ഡി സന്തോഷത്തിൽ. 53. എഫേസോസുകാരുടെ ഇടയിൽ പേരുപോലും കേൾക്കരുത് എന്ന് പറയുന്നവയിൽ രണ്ടാമത്തേത് എന്താണ്? എ അത്യാഗ്രഹം, ബി വ്യഭിചാരം, സി അശുദ്ധി, ഡി അദ്യാർത്ഥി. 54. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും ആരുടെയൊക്കെ രാജ്യത്തിൽ പ്രവേശനമില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും, ബി ദൈവത്തിൻ്റെയും മനുഷ്യപുത്രൻ്റെയും, സി മനുഷ്യപുത്രൻ്റെയും അത്യുന്നതൻ്റെയും, ഡി സർവശക്തൻ്റെയും ക്രിസ്തുവിൻ്റെയും. 55. എഫേസോസുകാരെ എന്തുകൊണ്ട് വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൊണ്ട്, ബി അർദ്ധശൂന്യമായ വാക്കുകൾ കൊണ്ട്, സി മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട്, ഡി ചീത്ത വാക്കുകൾ കൊണ്ട്. 56. അനുസരണയില്ലാത്ത മക്കളുടെ മേൽ അർദ്ധശൂന്യമായ വാക്കുകൾ മൂലം എന്താണ് നിവദിക്കുന്നത്? എ ക്രിസ്തുവിൻ്റെ ക്രോധം, ബി ദൈവത്തിൻ്റെ ക്രോധം, സി ദൈവത്തിൻ്റെ ശിക്ഷ, ഡി ദൈവത്തിൻ്റെ കോപം. 57. ഒരിക്കൽ അന്ധകാരമായിരുന്ന എഫേസോസുകാർ ഇന്ന് കർത്താവിൽ എന്തായിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ പ്രകാശമായിരിക്കുന്നു, ബി വെളിച്ചമായിരിക്കുന്നു, സി പ്രഭയായിരിക്കുന്നു, ഡി രശ്മിയായിരിക്കുന്നു. 58. എന്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ പ്രകാശത്തിൻ്റെ, ബി വിജയത്തിൻ്റെ, സി വിശുദ്ധിയുടെ, ഡി വിവേകത്തിൻ്റെ. 59. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും ഡാഷ് സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. പൂരിപ്പിക്കുക. എ ജീവനിലും, ബി സ്നേഹത്തിലും, സി നീതിയിലും, ഡി ജ്ഞാനത്തിലും. 60. കർത്താവിന് എങ്ങനെയുള്ളവ വിവേചിച്ചറിയുവിൻ എന്നാണ് എഫേസോസുകാരോട് പൗലോസ്ലീഹ പറയുന്നത്? എ ഇഷ്ടമുള്ളവ, ബി പ്രിയങ്കരമായവ, സി പ്രസാദകരമായിട്ടുള്ളവ, ഡി പ്രീതികരമായിട്ടുള്ളവ. 61. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാതെ പകരം അവയെ എന്തു ചെയ്യാനാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? എ ഉപേക്ഷിക്കുവാൻ, ബി വെറുക്കുവാൻ, സി അകറ്റുവാൻ, ഡി കുറ്റപ്പെടുത്തുവാൻ. 62. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നവർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ഖേദകരം, ബി ആക്ഷേപകരം, സി അർദ്ധശൂന്യം, ഡി ലജ്ജാവഹം. 63. അവിവേകികളെപ്പോലെയാകാതെ ആരെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ വിവേകികളെപ്പോലെ,
ബി ബുദ്ധിമാന്മാരെ പോലെ, സി പ്രതിഭകളെ പോലെ, ഡി വിജ്ഞരെ പോലെ. 64. എന്തിനു വേണ്ടിയാണ് ക്രിസ്തു തന്നെ സമർപ്പിച്ചത്? എ സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, ബി സഭയെ ശുദ്ധീകരിക്കാൻ വേണ്ടി, സി സഭയെ ക്രമീകരിക്കാൻ വേണ്ടി, ഡി സഭയെ വിപുലമാക്കാൻ വേണ്ടി. 65. ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ സ്വന്തം ജീവനെ പോലെ, ബി സ്വന്തം ശരീരത്തെ പോലെ, സി സ്വന്തം പ്രാണനെ പോലെ, ഡി സ്വന്തം ശ്വാസം പോലെ. 66. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. വാക്യം ഏതാണ്? എ എഫേസോസ് 5:27, ബി എഫേസോസ് 5:29, സി എഫേസോസ് 5:30, ഡി എഫേസോസ് 5:31. 67. എഫേസോസുകാർക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ എത്ര നാൾ ജീവിക്കുന്നതിനും വേണ്ടിയാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയെന്ന് പൗലോസ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? എ അധികകാലം, ബി നീണ്ടകാലം, സി ദീർഘകാലം, ഡി അനേക വർഷം. 68. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏതാണ്? എ വ്യഭിചാരം ചെയ്യരുത്, ബി മോഷ്ടിക്കരുത്, സി കള്ളസാക്ഷ്യം പറയരുത്, ഡി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. 69. മനുഷ്യന് വേണ്ടിയല്ല പിന്നെ ആർക്കു വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് ദാസന്മാരോട് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്. എ ദൈവത്തിനു വേണ്ടി, ബി ക്രിസ്തുവിനു വേണ്ടി, സി സർവശക്തനു വേണ്ടി, ഡി കർത്താവിനു വേണ്ടി. 70. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ എന്ത് ധരിക്കുവിനെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ കർത്താവിൻ്റെ പരിച, ബി കർത്താവിൻ്റെ എല്ലാ ആയുധങ്ങളും, സി വിശ്വാസത്തിൻ്റെ പരിച, ഡി നീതിയുടെ കവചം. 71. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ യുദ്ധം ചെയ്യുന്നു, ബി പോരാടുന്നു, സി പടവെട്ടുന്നു, ഡി വാളെടുക്കുന്നു. 72. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ ആരുടെ എല്ലാ ആയുധങ്ങളും ധരിച്ച് എഫേസോസുകാർക്ക് സാധിക്കുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ കർത്താവിൻ്റെ, ബി സർവശക്തൻ്റെ, സി ക്രിസ്തുവിൻ്റെ, ഡി ദൈവത്തിൻ്റെ. 73. ആത്മീയ സമരത്തിനു വേണ്ടി സത്യം കൊണ്ട് അരമുറുക്കി എന്ത് ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരെ ആഹ്വാനം ചെയ്യുന്നത്? എ നീതിയുടെ കവചം, ബി രക്ഷയുടെ പടത്തൊപ്പി, സി സമാധാനത്തിൻ്റെ പാദരക്ഷ, ഡി വിശ്വാസത്തിൻ്റെ വസ്ത്രം. 74. നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനുമെന്ന് പൗലോസ്ലീഹ വിശേഷിപ്പിച്ചത് ആരെയാണ്? എ സീലാസിനെ, ബി തിക്കിക്കോസിനെ, സി യാക്കോബിനെ, ഡി തീത്തോസിനെ. 75. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തൊക്കെ ഉണ്ടാകട്ടെ എന്നാണ് പൗലോസ്ലീഹ ആശംസിക്കുന്നത്?
എ കൃപയും സമാധാനവും, ബി കൃപയും അനുഗ്രഹവും, സി കൃപയും നിത്യജീവനും, ഡി കൃപയും ആശ്വാസവും. 76. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എവിടെയാണ് ഒരു ലേവ്യൻ വന്ന് താമസിച്ചിരുന്നത്? എ ബത്ലഹേമിൽ, ബി മഹനേദാനിൽ, സി ലായിഷിൽ, ഡി എഫ്രായിം മലനാട്ടിൽ. 77. അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിച്ച ലേവ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? എ വേലക്കാരൻ, ബി പരിചാരകൻ, സി ജോലിക്കാരൻ, ഡി ചുമട്ടുകാരൻ. 78. ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നതുവരെ താമസിക്കുക. ഇങ്ങനെ യുവതിയുടെ പിതാവ് ലേവ്യനോട് പറഞ്ഞത് എത്രാം ദിവസമാണ്? എ 2-ാം ദിവസം, ബി 3-ാം ദിവസം, സി 4-ാം ദിവസം, ഡി 5-ാം ദിവസം. 79. ലേവ്യനും ഉപനാരിയും ഭൃത്യനും എവിടെ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്? എ ജബ്യൂസിൽ, ബി ഗിലെയാദിൽ, സി റാമായിൽ, ഡി മിസ്പായിൽ. 80. നീ എവിടെ പോകുന്നു? നീ എവിടെ നിന്ന് വരുന്നു? ഇത് ആരോട് ചോദിച്ചതാണ്? എ വൃദ്ധൻ വഴിയാത്രക്കാരനോട്, ബി വൃദ്ധൻ യുവതിയോട്, സി വൃദ്ധൻ വേലക്കാരനോട്, ഡി വഴിയാത്രക്കാരൻ വൃദ്ധനോട്. 81. തൻ്റെ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ച നഗരത്തിലെ ചില ആഭാസന്മാരോട് വീട്ടുടമസ്ഥൻ ആദ്യം പറഞ്ഞതെന്താണ്? എ സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്, ബി ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ, സി ഈ മ്ലേച്ഛപ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്, ഡി ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത്. 82. ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും ഗിലെയാദ് ദേശക്കാരും ഏക മനസ്സോടെ എവിടെയാണ് കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂടിയത്? എ ഗിലെയാദിൽ, ബി ഷീലോയിൽ, സി മിസ്പായിൽ, ഡി ഗാസായിൽ. 83. ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായ ഇസ്രായേൽ ഖഡ്ഗധാരികളുടെ കാലാൾപ്പട എത്രയായിരുന്നു? എ 2 ലക്ഷം, ബി 3 ലക്ഷം, സി 4 ലക്ഷം, ഡി 5 ലക്ഷം. 84. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ പട്ടണങ്ങളിൽ നിന്ന് എവിടെയാണ് ഒന്നിച്ചുകൂടിയത്? എ ഗിബെയായിൽ, ബി മിസ്പായിൽ, സി ബഥേലിൽ, ഡി ഷീലോയിൽ. 85. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വന്ന വാളെടുക്കാൻ പോന്ന 26,000 ബെഞ്ചമിൻ ഗോത്രക്കാരിൽ പ്രഗത്ഭരായ എത്ര ഇടത്ത് കയ്യന്മാരാണ് ഉണ്ടായിരുന്നത്? എ 700, ബി 800, സി 900, ഡി 1000. 86. ഇസ്രായേൽ ജനം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ യുദ്ധത്തിനിറങ്ങി അണിനിരന്നത് എവിടെയാണ്? എ മിസ്പായിൽ, ബി ഷീലോയിൽ, സി ബഥേലിൽ, ഡി ഗിബെയായിൽ. 87. ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയ എത്ര ഇസ്രായേൽക്കാരെയാണ് ഗിബെയായിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ ആദ്യ ദിവസം അരിഞ്ഞു വീഴ്ത്തിയത്? എ 12,000, ബി 15,000, സി 20,000, ഡി 20,000.
88 ബെഞ്ചമിൻ ഗോത്രക്കാർ ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് എവിടെ വന്നാണ് കരഞ്ഞത്? എ ബഥേലിൽ, ബി മിസ്പായിൽ, സി ഷീലോയിൽ, ഡി ഗിബയായിൽ. 89 ഇസ്രായേലിയരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയത് ആരാണ്? എ കർത്താവ്, ബി ദൈവം, സി സർവശക്തൻ, ഡി ഉന്നതനായ ദൈവം. 90 എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരായ ഖഡ്ഗധാരികളെയാണ് മൂന്നാം ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തിയത്? എ 20,100, ബി 25,100, സി 26,000, ഡി 27,000. 91 ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു. ഡാഷ് മുതൽ കിഴക്ക് ഗിബയ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി. പൂരിപ്പിക്കുക. എ ഗിദോം, ബി നൊഖാഹു, സി ബേർഷബ, ഡി ഗാസ. 92 റിമ്മോൺ പാറയിലേക്ക് ഓടിയ ബെഞ്ചമിൻകാരിൽ ബാക്കിയുള്ളവരെ ഇസ്രായേൽക്കാർ ഏതുവരെയാണ് അനുധാവനം ചെയ്തത്? എ ഗിദോം വരെ, ബി ഗിബയ വരെ, സി ബേർഷബ വരെ, ഡി മഹനേദാൻ വരെ. 93 എവിടെ നിന്നാണ് ആരും മിസ്പായിൽ സമ്മേളനത്തിന് സന്നിഹിതരാകാത്തത്? എ ഗിബയായിൽ നിന്ന്, ബി കിരിയാത്ത് യെയാറിമിൽ നിന്ന്, സി യാബേഷ് ഗിലെയാദിൽ നിന്ന്, ഡി ഷെക്കമിൽ നിന്ന്. 94 ഇസ്രായേൽ ജനം ബഥേലിൽ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ എന്തൊക്കെ ബലികളാണ് അർപ്പിച്ചത്? എ കൃതജ്ഞതാ ബലികളും സമാധാന ബലികളും, ബി സുരഭില ബലികളും കൃതജ്ഞതാ ബലികളും, സി ദഹന ബലികളും സമാധാന ബലികളും, ഡി സുരഭില ബലികളും ദഹന ബലികളും. 95 യുദ്ധവീരന്മാരായ എത്ര പേരെയാണ് ഇസ്രായേൽ സമൂഹം യാബേഷ് ഗിലെയാദിൽ നിയോഗിച്ചത്? എ 12,000 ആളുകളെ, ബി 10,000 ആളുകളെ, സി 8,000 ആളുകളെ, ഡി 5,000 ആളുകളെ. 96 യാബേഷ് ഗിലെയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകകളാണ് ഉണ്ടായിരുന്നത്? എ 200, ബി 400, സി 500, ഡി 600. 97 ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ ഒരു വിടവ് സൃഷ്ടിച്ചത് ആരാണ്? എ ദൈവം, ബി കർത്താവ്, സി സർവശക്തൻ, ഡി സാത്താൻ. 98 ലെബനായ്ക്ക് തെക്കുള്ള ദേശമേതാണ്? എ ഷെക്കം, ബി ബഥേൽ, സി ഗിലെയാദ്, ഡി ഷീലോ. 99 ഇസ്രായേൽ ജനം എവിടെ നിന്നാണ് താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും മടങ്ങിയത്? എ മിസ്പായിൽ നിന്ന്, ബി ഷെക്കമിൽ നിന്ന്, സി ഷീലോയിൽ നിന്ന്, ഡി ബഥേലിൽ നിന്ന്. 100 അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി. വാക്യം ഏതാണ്? എ ന്യായാധിപന്മാർ 21:13, ബി ന്യായാധിപന്മാർ 21:14,
14, സി ന്യായാധിപന്മാർ 21:15, ഡി ന്യായാധിപന്മാർ 21:16. 101 ന്യായാധിപന്മാർ 18:26 വിവരിക്കുക. 102 പ്രഭാഷകൻ 50:17 വിവരിക്കുക. 103 എഫേസോസ് 5:19 വിവരിക്കുക.